ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെ. ഇന്ന് കുറച്ച് സങ്കടകരമായ ഒരു വീഡിയോ ആണ് കേട്ടോ. കമ്പനി വില്ലയുടെ ഫ്രണ്ടിൽ ഇന്ത്യൻ ബ്രാൻഡായ അശോക് ലൈലാൻഡ് കമ്പനിയുടെ ബസ് കിടക്കുന്ന കണ്ടപ്പോൾ അതിന് ചുറ്റും നടന്ന് ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ സന്തോഷിക്കുന്ന സമയത്ത് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഒരു ദുഃഖകരമായ ആ വാർത്ത അറിഞ്ഞത്. ഈ ബസ് വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ ജോലി ചെയ്തിരിക്കുന്ന ബംഗ്ലാദേശ് ഭായിമാർ 10-20 ഭായിമാർ ഇന്ന് റിയാദിലേക്ക് ട്രാൻസ്ഫറാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്രോജക്റ്റ് തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത പ്രോജക്റ്റിലേക്ക് ഇവിടെ നിന്നും ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ വണ്ടി വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൂടി പോയി അവരുടെ പെട്ടിയും ബാഗും എല്ലാം എടുത്ത് താഴെ വെച്ച് എല്ലാവരോടും യാത്ര പറയുകയാണ്. എന്ത് ചെയ്യാൻ, കമ്പനി പറയുന്നിടത്ത് നമുക്ക് പോയല്ലേ പറ്റൂ. ഏത് രാജ്യക്കാരോ ആകട്ടെ, 5 വർഷമായി കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മളിൽ നിന്നും അവർ പോകുന്ന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നാളെ നമുക്കും ഇതേ അവസ്ഥയാണ്. നാളെ നമുക്കും ടിക്കറ്റ് വരും, എങ്ങോട്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കൂടെയുള്ളവരെ എല്ലാം വിട്ട് നമ്മളും ഇതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. ജോലിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനുമില്ല. നമുക്ക് എവിടെ പോയാലും നമ്മുടെ കമ്പനി നമുക്ക് പറഞ്ഞ ജോലി നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ ചെയ്യാനും റെഡിയാണ്. ശമ്പളവും കറക്റ്റ് മാസം കൃത്യമായി ശമ്പളവും നമുക്ക് കിട്ടുന്നുണ്ട്. കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രശ്നവുമില്ല, ക്ലിയറാണ്. എന്ത് ചെയ്യാൻ, ഇങ്ങനൊരു ചങ്ങാത്തം 5 വർഷത്തോളം കൂടെ ഉള്ളവർ നമ്മളിൽ നിന്നും പെട്ടെന്ന് വിട്ടുപോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമവും. ഒരു റൂമിൽ 5 പേര് 6 പേരൊക്കെയാണ്. ഈ 6 പേരിൽ ഒരാളാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഒന്ന് ഓർത്ത് നോക്ക്, എന്താണ് ആ സമയത്തെ നമുക്കുണ്ടാവുന്ന ആ ഒരു വിഷമം. എന്ത് ചെയ്യാൻ, അടുത്ത ടിക്കറ്റിന് വേണ്ടി, എൻ്റെ ടിക്കറ്റിന് വേണ്ടി, എൻ്റെ കൂട്ടുകാരുടെ ടിക്കറ്റിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഒരിക്കലും നിങ്ങളെ സങ്കടം പറഞ്ഞ് വിഷമിപ്പിക്കുകയല്ല കേട്ടോ. നാട്ടിലും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കാം. ഒരു കമ്പനി മാറുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവരിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു സങ്കടമൊക്കെ ഉള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 5 പേര് 6 പേര് ഉള്ള ഒരു റൂമിൽ പെട്ടെന്ന് നമുക്കൊരു അസുഖം വന്ന് നമ്മൾ കിടപ്പിലായാൽ നമ്മളെ നോക്കാനും എടുക്കാനും ഇവർ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയുള്ളവരാണ് നമ്മളിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നത്. എന്ത് ചെയ്യാൻ, നാളെ എൻ്റെ ടിക്കറ്റ് ആയിരിക്കാം വരുന്നത്. ഈ നിൽക്കുന്നവരിൽ ആരുടെ വേണമെങ്കിലും നാളെ ടിക്കറ്റ് വരാം. അവരും ഇതേപോലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്.